തുണിയിൽ വെച്ച് എന്നെ മറവ് ചെയ്യണേ. നീയാണോ ഇസ്ലാം മതം പഠിച്ചത്? 10 ലക്ഷത്തോളം ഹദീസ് പഠിച്ചു വലിയ പണ്ഡിതനായിരുന്നു. എന്താണ് ഈ 10 ലക്ഷം? 1 ലക്ഷം പോയിട്ട്, 10,000 പോയിട്ട്, 1000 പോയിട്ട്, ഒരു ഹദീസ് സനദടക്കം തെറ്റ് തിരുത്തിക്കൊണ്ട് വായിക്കാൻ മൗലവി നിനക്ക് കഴിയുമോ? ഇല്ല, കഴിയില്ല. അങ്ങനെയുള്ള അഹ്മദ് ബിൻ ഹംബൽ 10 ലക്ഷം ഹദീസ് പഠിച്ച അഹ്മദ് ബിൻ ഹംബൽ. ആ അഹ്മദ് ബിൻ ഹംബൽ വഫാത്താകുമ്പോൾ എന്റെ കയ്യിൽ 3 ബറക്കത്തായ റസൂലുള്ളാഹിന്റെ മുടികളുണ്ട്. ആ മുടി എന്റെ വലത് കയ്യിൽ ഒന്ന്, വലത് കണ്ണിന്റെ മുകളിൽ ഒന്ന് വെക്കണം, ഇടത് കണ്ണിന്റെ മുകളിൽ ഒന്ന് വെക്കണം, ഒന്നെന്റെ വായന്റെ മുകളിൽ വെച്ചുകൊണ്ട് എന്നെ കഫൻ ചെയ്യണേ. ആരാണ് ഈ പറയുന്നത്? എന്താ മനസ്സിലാക്കിയത്? എന്താ നീ മനസ്സിലാക്കിയത്? ഓനങ്ങട്ട് എഴുതുക. നബി തങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി പണ്ഡിതന്മാര് പറയുന്നത് കിതാബ് നോക്കുമ്പോ ഞാൻ എടുത്തു ചാടി അങ്ങോട്ട് പോയി എനിക്ക് വായിക്കാൻ കഴിയൂല. എടാ കാഫിറേ, നിനക്ക് കഴിയില്ല. അത് നിനക്കെങ്ങനെ കഴിയും? നിനക്കെങ്ങനെ കഴിയും അത് കൈകാര്യം ചെയ്യാൻ? നീ മുസ്ലിം അല്ല. ഇമാം റാസി തങ്ങൾ പറയുന്നു, മൻ ഹഖറ ശഅറതൻ മിൻ ശഅറാതിക ഫഖദ് കഫറ. നബി തങ്ങളുടെ ഒരു മുടിയെ താഴ്ത്തിയാൽ അവൻ ഇസ്ലാമിന് പുറത്താണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഅർ മുബാറക്കിനെ താഴ്ത്തി. എന്തൊക്കെ മണിക്കൂറുകൾ അവിടുത്തെ ആഹാരങ്ങളെ പറ്റി പറയാൻ എനിക്ക് എന്റെ അറിയിൽ ചെറിയ അറിവാണ് എന്റെ അറിവിലുള്ളത്. നമ്മുടെ ഉസ്താദുമാരിൽ കിട്ടിയ ഒരു ചെറിയ അറിവുണ്ട്. മണിക്കൂറുകൾ അവിടുത്തെ തലയെക്കെട്ടിനെ പറ്റി, അവിടുത്തെ മുണ്ടിനെ സംബന്ധിച്ച്, അവിടുത്തെ ഷർട്ടിനെ സംബന്ധിച്ച്, അവിടുത്തെ ഉമിനീരിനെ സംബന്ധിച്ച്, അവിടുത്തെ വേർപ്പിനെ സംബന്ധിച്ച്, അവിടുത്തെ നഖക്കട്ടങ്ങളെ സംബന്ധിച്ച്, ഷഅർ മുബാറക്കിനെ സംബന്ധിച്ച്, അവിടത്തോട് ബന്ധമുള്ള അവിടുത്തെ കയ്യിലുള്ള ഒരു വടി, അവിടെ ഉപയോഗിച്ച ഒരു ചാട്ടവാർ മഹാനായ ഇസ്മായിൽ ഹഖി അൽ ബറൂസവി അവിടുത്തെ തഫ്സീർ റൂഹുൽ ബയാനിൽ എഴുതുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകൊണ്ട് തൊട്ട ഒരു വടി, അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ ഉപയോഗിച്ച ഒരു ചാട്ടവാർ, അതെങ്ങാനും ഒരു തെറ്റുകാരൻ മരിച്ചിട്ട് അവന്റെ ഖബർ മുകളിൽ വെച്ചാൽ അവനിക്ക് മാപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നിങ്ങൾ റസൂലുള്ളാഹിന്റെ ശരീരത്തിന്റെ ഭാഗമല്ല. കയ്യിൽ ഉപയോഗിച്ച ഒരു വടി, ഒരു മോശപ്പെട്ടവൻ മരിച്ചിട്ട് അവന്റെ ഖബറിന്റെ മുകളിൽ വെച്ചാൽ ബർക്കത്തുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നവരാണ് അയിമ്മത്ത്. നീ ഇസ്ലാമല്ലാത്തതിന് നമ്മളെന്ത് ഉത്തരവാദിത്വം? എന്നിട്ട് അത് മുഴുവനും കൂടി എ പി ഉസ്താദിന്റെ തലമക്കൾ. എന്നിട്ട് ഓൻ അവസാനം ഉസ്താദിനോട് ഒരു ഉപദേശം എന്താണ്? ഷെയ്ഖ് അബൂബക്കർ കാന്തപുരത്തോട് പറയാനുള്ളത്, നിങ്ങൾ സമൂഹത്തിന് വലിയ നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസപരമായി. പോടാ നിന്റെ മദ്ഹ്, നിന്റെ മദ്ഹിന് വേണ്ടി ആ ഉസ്താദ് ചെയ്തത്. ഓനിപ്പോ ഈ സമൂഹത്തിൽ ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമിനെ എടുത്ത് മാറ്റിയ സൈത്താനാണ്. തള്ളിയതാ. എനിക്ക് ആ പിശാചിനെ പറ്റി അറിയേണ്ട ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്, ആ ലേഖനം വായിച്ചാൽ ഒരു മുസ്ലിമിന് ആ പത്രം ബഹിഷ്കരിക്കണം. സഹോദരന്മാർ, ഈ ഇരിക്കുന്ന ഒരു മനുഷ്യന് ആ പത്രം വാങ്ങരുത്, എടുത്ത് വലിച്ചെറിയണം. ആ പത്രം നമ്മൾ ഈമാനുള്ളവരാണെങ്കിൽ അത് ബഹിഷ്കരിക്കണം. എന്നിട്ട് ഇപ്പം പറയും ഞാന് ഇന്നെ അങ്ങട്ട് ഇങ്ങട്ട് ഇപ്പം ബേജാറായിക്കിടും. നിന്നെ പോലത്തെ ഋഷിമാരും തസ്ലീമമാരും ഇവിടെ വന്നിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ അവർക്ക് പറ്റിയത് നീ ഓർത്തോ, അതാണ് എനിക്ക് നല്ലത്. പേടിക്കണം. അല്ലാഹുവിന്റെ ദീനിൽ നിന്നിട്ട് മുസ്ലിം എന്ന പേരും പറഞ്ഞിട്ട് ഓൻ ചെയ്യുന്ന കോലം. എന്നിട്ട് സമൂഹത്തില് സാമൂഹ്യമായ ഒരു സേവനം ചെയ്യുന്ന നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്ത് പാവങ്ങളൊന്നും വിഷമിക്കരുത്. ഒരു ഉപദേശം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരു ഷഅർ മുബാറക്കിനെ സംബന്ധിച്ച് വളരെ മോശമായി ഹദീസൊന്നും എനിക്ക് പറ്റൂല, സഹീഹ് ബുഖാരി ഒന്നും പറ്റൂല, ജമാഅത്തേക്കും വഹാബികൾക്കും അത് പറ്റൂല, ഉറപ്പാ. കാരണം സഹീഹ് ബുഖാരി വന്നത് 200ന്റെ ശേഷം, 200ന്റെ ശേഷം. മൗലിദ് കഴിക്കലിന് മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ മുമ്പ് 300-ന് ശേഷം വന്നതാ. ഹിജ്റ 300ന്റെ ശേഷം വന്ന പരിപാടിയാണ് മൗലിദ്. അതങ്ങനെയല്ല കേട്ടോ, അത് വേറെ കാര്യം. മൗലിദ് വിപുലമായ ഒരു പ്രത്യേക ശൈലിയിൽ നടക്കുന്നത് 300-ന് ശേഷം വന്നേ ഉള്ളൂ. അത് നമ്മൾ എല്ലായിടത്തും പറയലുണ്ട്. ഇനി വേണ്ട മൗലിദ് ഹിജ്റ 300ന്റെ ശേഷം വന്നതാന്നൊക്കെ. അപ്പോ അത് ഇസ്ലാമിൽ തള്ളപ്പെട്ടതാ. സഹീഹ് ബുഖാരി 200-ന് ശേഷം വന്നതാ. ബുഖാരി എന്ന കിതാബ് മുമ്പില്ലാത്തതാ.
ഹിജ്റ 200 ശേഷം വന്നതാ. ബുഖാരി തന്നെ കിതാബ് ഉണ്ടില്ല, അത് ഹിജ്റ 200 ശേഷം വന്നതാ. അടുത്ത് ഒഴിവാക്ക്. നീ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹ് ബുഖാരി എന്നൊക്കെ നീ പ്രസംഗിക്കലുണ്ടല്ലോ. എവിടുന്ന് കിട്ടിയതാനക്കത്? സഹീഹ് ബുഖാരി തുടരുത്. നീ ഖുർആൻ അത്രയും തുടരുത്. ഖുർആൻ റസൂലുള്ളാഹിന്റെ കാലത്ത് അങ്ങനെ എഴുതിയിട്ടില്ല. ഖുർആൻ പിന്നീടാണ് എഴുതിയത്. നബിതങ്ങൾ എഴുതണം, നബിതങ്ങൾ പറയണം. എവിടെ നിന്ന് കിട്ടി നിനക്ക് ഈ വിധാനങ്ങൾ? മുസ്ലിം ഉമ്മത്ത് അറിയാത്ത ആശയങ്ങൾ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ ശഅർ മുബാറക് വലിയ ബർക്കത്തുള്ളതാണ്. നമ്മൾ അതിനെ ആദരിക്കണം. ഈ പാവപ്പെട്ട ജനങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് 40 കോടിയുള്ള പള്ളി എന്തിന്? ഞാനതിന് മറുപടി പറയുന്നില്ല. ഒരു പള്ളിക്ക് മാത്രമേ എനിക്ക് പെട്ടുള്ളൂ. ഇവിടെ 40 കോടിയും 4000 കോടിയും 40 കോടിയും 400 കോടിയും ചെലവഴിക്കുന്ന ഓരോ വേദികൾ കളികൾക്കും മറ്റും ചെലവഴിക്കുന്നതിൽ അവർക്കൊരു ദുഃഖമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു തിരു ബറക്കത്തായ ശഅർ മുബാറക്കിനെ ആദരിക്കാൻ, മുസ്ലിം ഉമ്മത്ത് നെഞ്ചിലേറ്റുന്ന ആ വലിയ സാധനത്തെ ആദരിക്കാൻ മുസ്ലിം ഉമ്മത്ത് പൊരുത്തപ്പെട്ടുകൊണ്ട് എന്നെയും ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഓരോരുത്തരും എനിക്കൊരു മെമ്പർ ആകണമെന്ന് വെമ്പൽ കൊള്ളുന്ന, അതാണോ നിനക്ക് വിഷമം? 4 ആള് ചേർന്ന്, അല്ല ഒരാള് മാത്രം 40 കോടി കൊണ്ട് പള്ളി എടുത്തു കൊടുക്കാൻ ഉസ്താദിനൊക്കെ ആളുണ്ട്. അതിന് മനസ്സിലാക്കി വെച്ചോ. ഉസ്താദിനെ നാവുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് മുത്തുനബിയോട് സ്നേഹമുണ്ട്. ഞങ്ങൾക്കൊക്കെ അതിനൊരു മെമ്പറാവണം. ഈ ഇരിക്കുന്ന മുതഅല്ലിമീങ്ങളടക്കം അതിനൊരു മെമ്പറാവാൻ ആഗ്രഹിക്കുന്നവരാണ്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു നാളിൽ മുത്തുനബിയുടെ ശഅർ മുബാറക് സൂക്ഷിക്കാൻ ഞാൻ 1000 രൂപ കൊടുത്തിട്ടുണ്ട് അല്ലാഹ് എന്ന് പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത് സഹോദരന്മാരെ നമുക്ക് രക്ഷ നൽകും. അത് റസൂലുള്ളാഹിന്റെ ശഅർ മുബാറക്കിന് ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു പിശാചി. അതങ്ങനെ നമ്മൾ കാണേണ്ടത്. ഓ അബ്ദുള്ള, ഓ വട്ടപൂജ്യം, ഓ അബ്ദുള്ള. മുമ്പ് അങ്ങനെ അബ്ദുള്ള കഴിഞ്ഞു പോയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മുനാഫിഖുകളുടെ നേതാവാണ്. പക്ഷേ അയാളെങ്ങാനും ഇവന്റെ കാലത്ത്, ഇവനെങ്ങാനും കാലത്തുണ്ടെങ്കിൽ ഇവനായിരിക്കും പ്രസിഡന്റ്. ഉറപ്പാണ്. കാരണം അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറഞ്ഞ മുനാഫിഖ് ഉണ്ടല്ലോ, ഈ മനുഷ്യന്റെ അവസ്ഥ അറിയാം. സഹീഹ് ബുഖാരി എടുത്തു. വഹാബികളുമാണ് ഇത് പഠിക്കുക. കുട്ടികളെ പരിപാടിക്ക് വേണ്ടി വന്നാണ് നമ്മളൊക്കെ. ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ചെറിയ മക്കളുടെ പ്രസംഗമൊക്കെ കേൾക്കാണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ പറഞ്ഞില്ലേ, അബ്ദുള്ള, ഓ അബ്ദുള്ള എന്ന് പറഞ്ഞത് മുനാഫിഖാണ്, കപടൻ, ഖൽബിൽ ഈമാനില്ലാത്തവനാണ് അവൻ. എന്നാൽ മുനാഫിഖുകളുടെ നേതാവായി ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു മനുഷ്യനുണ്ട് നബിയുടെ കാലത്ത്. ഓന്റെ പേര് അബ്ദുള്ള. പേരൊക്കെ നല്ലതാണ്. തസമ്മാ ഫുലാനദ്ദീനി മൻ ഹുവ അക്സുമാ തസമ്മാ ബിഹി ഹാബി സിഫാത്തിദ്ദനിയത്തി. അബ്ദുള്ള എന്നൊക്കെ പേരിട്ട് നടക്കുന്നു. അല്ലാഹുവിന്റെ അടിമയല്ല. വലാകിന്നഹു അബ്ദുൽ ഹവാകത്തമല്ലകത്. അവൻ അബ്ദുള്ളയല്ല, അബ്ദുൽ ഹവയാണ്. അവൻ അല്ലാഹുവിന്റെ അടിമയല്ല, ഇച്ഛയുടെ അടിമ എന്നാ പറയാനുള്ളൂ. ആ മനുഷ്യനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ആര്? മുനാഫിഖായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ പറ്റി സഹീഹുൽ ബുഖാരിയിൽ കാണാം. മരിക്കാൻ പോകുമ്പോൾ നബി അർസല ഇലാ റസൂലില്ലാഹ്, നബിയിലേക്ക് ആളയച്ചു. നബി തങ്ങൾ ചെന്നു. ആ പറഞ്ഞ ടൈമിൽ, ആ ചെന്ന ടൈമിൽ പറഞ്ഞ വാക്കുണ്ടോ? എന്താ പറഞ്ഞത്? നബിയേ, തങ്ങൾ ഞാൻ മരിച്ചാൽ എന്റെ മേല് മയ്യിത്ത് നിസ്കരിക്കണം. ബറക്കത്തിന് വേണ്ടിയല്ലാതെ മയ്യിത്ത് നിസ്കാരം നിർവഹിക്കാൻ നബി തങ്ങൾ വരണോ? അത് നിർവഹിക്കാൻ അബ്ദുല്ലാന്റെ ആളുകൾ പോരെ. ഞങ്ങളെപ്പോലുള്ള ആളുകൾ എന്റെ ഉപ്പാന്റെ മയ്യിത്ത് നിസ്കരിച്ചത് എനിക്കറിയാത്തത് കൊണ്ടല്ല. ഞാൻ മയ്യിത്ത് നിസ്കാരം പഠിച്ചിട്ടുണ്ട്, പഠിപ്പിക്കുന്നവനുമാണ്. അൽഹംദുലില്ലാഹ്. എന്റെ ഉസ്താദുമാർക്ക് അല്ലാഹു ജസാ നൽകട്ടെ. ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകട്ടെ. ചെറിയ ഉസ്താദിന്റെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മൾ സുലൈമാൻ ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മൾ ഉസ്താദുമാരൊക്കെ പ്രായമായി പോയി, അവരൊക്കെ അല്ലാഹു തആല നീണ്ട ആയുസ്സ് നൽകുമാറാകട്ടെ. അവരുടെ കൂടെ ആഖിറത്തിൽ അല്ലാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. ഞാൻ മയ്യിത്ത് നിസ്കാരം പഠിച്ചിട്ടുണ്ട്, പഠിപ്പിക്കുന്ന ആളാണ്. പക്ഷേ ഞാനല്ല എന്റെ ഉപ്പന്റെ മയ്യിത്ത് നിസ്കരിച്ചത്, മറിച്ച് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ വരുന്നത് വരെ കാത്തുനിന്നിട്ട് ആ ഉപ്പനെ കൊണ്ടാണ് നിസ്കരിപ്പിച്ചത്. എന്റെ 7 മക്കൾക്ക് ഞാൻ തൊട്ടുകൊടുത്തത്
പ്രാവശ്യമാണ് തോന്നുന്നു കൊടുപ്പിച്ചിട്ടുണ്ട്. ഈ കെ വിഭാഗത്തിന്റെ സയ്യിദ ആളായിരുന്ന ബഹുമാനപ്പെട്ട പിച്ചിത്തങ്ങള് കേരപ്പുറം, അവരെ കൊണ്ട് ഞാൻ കൊടുപ്പിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവനാണ്. എന്റെ 7 മക്കൾക്കും പേരിട്ടത് തങ്ങന്മാരെ കൊണ്ടാണ്. ഞങ്ങൾ സ്നേഹിക്കുന്നത് അതാണ്. ഞങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ പാരമ്പര്യമാണ്. മുത്തുനബിയുടെ രക്തത്തോട് അവിടുത്തെ മക്കളോട് വലിയ സ്നേഹമാണ് ഞങ്ങൾ. അതുകൊണ്ട് എല്ലാ സയ്യിദന്മാരെയും വലിയ ബഹുമാനം കണക്കാക്കുന്നു. അത് ഈ കെ വിഭാഗമോ എ വിഭാഗമോ ഞങ്ങൾ നോക്കാറില്ല. ഞങ്ങൾ അവരെ കാണുമ്പോൾ അവരെ കൈമുത്തുന്നു. ഞങ്ങളത് ആ ദീനിന്റെ കാര്യങ്ങൾ അവര് ആരെങ്കിലും വല്ല ദീനിന്റെ എതിരും പരസ്യമായി ചെയ്താൽ അതിന്റെ എതിരെ ഞങ്ങൾ പ്രസംഗിക്കാറുമുണ്ട്. അത് ഞങ്ങളുടെ കടമ മാത്രമാണ്, അത് നിർവഹണം മാത്രമാണ്. അതിരിക്കട്ടെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഞങ്ങളോട് മയ്യത്തിരിക്കാൻ ഈ മനുഷ്യൻ പറയുന്നു. പറയോ മയ്യത്തിരിക്കാൻ തീരാപ്പ തെങ്ങന്മാര് ഞാണ്ടല്ലോ ഇവിടെ ആൾക്കാരുണ്ടാവുമല്ലോ. എന്നിട്ട് ഉബൈ ഇബ്നു സുലൂൽ പറഞ്ഞതെന്താ? എനിക്ക് തങ്ങള് ധരിക്കുന്ന ഒരു ഷർട്ട് തരണം നബിയേ, എന്നെ അതിൽ കഫൻ ചെയ്യണമെന്നാണ് മുനാഫികളുടെ നേതാവ് ഉബൈ ഇബ്നു സുലൂൽ പറഞ്ഞത്. ആ മുനാഫിക്ക് ഈ അബ്ദുള്ള എന്ന മുനാഫിക്കിന്റെ കാലത്തുണ്ടെങ്കിൽ ഇക്കാലത്തുണ്ടെങ്കിൽ ഇവൻ അവനെ കവർ ചെയ്യും. ഉറപ്പല്ലേ? റസൂലുള്ളാഹിന്റെ കുപ്പായം അത് കഫൻ തുണിയാക്കാൻ ആഗ്രഹിച്ചു ആ മുനാഫിഖ്. എന്നിട്ട് നബി അത് ചെയ്തു. മരിച്ചതിന് ശേഷം സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, റസൂലുള്ളാഹി ഞങ്ങൾ ചെന്നിട്ട് ഖബറിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഉമിനീര് മുഖത്ത് തെറിപ്പിച്ചു കൊടുത്തു. റസൂലുള്ളാഹിന്റെ ഫഅൽബസഹു ഖമീസാ, റസൂലുള്ളാഹിന്റെ കുപ്പായം അഴിച്ചിട്ട് ആ മനുഷ്യനെ ധരിപ്പിച്ചു മയ്യത്തിനെ. അതിന് കാരണം അൽബസ ഖമീസൻ അബ്ബാസ് ബദറിന്റെ ദിവസം അബ്ബാസ് തങ്ങളെ കൊണ്ടുവന്നപ്പോ ഷർട്ടില്ലായിട്ട് അബ്ദുള്ളാന്റെ കയ്യിൽ നിന്ന് ഒരു ഷർട്ട് റസൂലുള്ളാഹി ചോദിച്ചു വാങ്ങിയിരുന്നു. അപ്പൊ അതിന് പകരമായി നബി തങ്ങൾ ഒരു ഖമീസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതല്ല പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖമീസിൽ ബറക്കത്തുണ്ടെന്ന് മുനാഫിക്ക് വരെ വിശ്വസിച്ചിരുന്നു. എന്നിട്ട് അപ്പൊ അതിനെക്കാണ് വലിയ മുനാഫിക്കല്ലേ ഇവൻ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഷഅർ മുബാറക്കിനെയും എല്ലാത്തിനെയും കടുത്താക്ഷേപിക്കുക. അത് എ പി സാദിന്റെ കയ്യിൽ ഉള്ള ഷഅർ മുബാറക്ക് മാത്രമല്ല, അങ്ങനത്തെ ഒരു സാധനം ഇല്ല. മുഹമ്മദ് നബി